വിലക്കപ്പെട്ട ബന്ധങ്ങൾ. തെലുങ്കിൽ സാമ്പത്തിക വിജയം കൈവരിച്ച ചിത്രത്തിൻ്റെ റീമേക്കായ വിലക്കപ്പെട്ട ബന്ധങ്ങൾ റിലീസായത് 1969 സെപ്റ്റംബർ 19-നാണ്. രചന കൗസല്യാദേവി, സംഭാഷണം എസ്.എൽ. പുരം, ഗാനരചന ഡോക്ടർ പവിത്രൻ, സംഗീതം എ.ടി. ഉമ്മർ, പാടിയവർ യേശുദാസ്, എസ്. ജാനകി, എൽ.ആർ. ഈശ്വരി, ബി. വസന്ത, പി.ബി. ശ്രീനിവാസ്. അഭിനയിച്ചവർ സത്യൻ, നസീർ, കെ.പി. ഉമ്മർ, ടി.കെ. ബാലചന്ദ്രൻ, ബെഹദൂർ, അടൂർ ബാസി, ശാരദ, അംബിക, ഉഷാകുമാരി, ജയഭാരതി, ടി.ആർ. ഓമന, ഖദീജ, കമലം, മാല, സച്ചു, കുട്ടൻപിള്ള, അബ്ബാസ്. ക്യാമറ ഇ.എൻ. ബാലകൃഷ്ണൻ, സംവിധാനം എം.എസ്. മണി. വൈദ്യശാസ്ത്രത്തിൽ ഉന്നത ബിരുദം നേടിയ ആളാണ് ഡോക്ടർ ജയദേവ്. അദ്ദേഹം നാട്ടിലെത്തി. സഹോദരി സുധയുടെ ജന്മദിന ആഘോഷം. അന്ന് അവൾ മനോഹരമായി പാടി. ആ ഗാനം മനസ്സിൽ കുളിർമയായി നിലനിൽക്കെ ക്യാൻസർ രോഗിയായ അവളുടെ മരണവേദനയും ജയദേവന് കാണേണ്ടി വന്നു. സുധ മരിച്ചു. സുധയ്ക്ക് ഒരു അന്ത്യാഭിലാഷമുണ്ടായിരുന്നു. സുധയുടെ ഭർത്തൃ സഹോദരിയായ നിർമ്മലയെ ജയദേവൻ വിവാഹം കഴിക്കണം. തൻ്റെ സഹോദരിയുടെ അന്ത്യാഭിലാഷം പൂർത്തീകരിക്കാൻ താൻ സ്നേഹിച്ച ഡോക്ടർ ശ്രീദേവിയെ ജയദേവന് ഒഴിവാക്കേണ്ടി വന്നു. ഒരു നാൾ ജയദേവനെയും നിർമ്മലയെയും സുഹൃത്ത് രവീന്ദ്രൻ വിരുന്നിന് വീട്ടിലേക്ക് ക്ഷണിച്ചു. തൻ്റെ സഹോദരിയായിരുന്ന സുധയെപ്പോലെ ഗായികയും സാഹിത്യകാരിയുമായിരുന്ന രവീന്ദ്രൻ്റെ ഭാര്യ പ്രിയംവദയുടെ സ്വഭാവം ജയദേവനെ ആകർഷിച്ചു. അവനറിയാതെ അവളെ സ്നേഹിച്ചുപോയി. ഒരു സഹോദരിയെപ്പോലെയാണ് ജയദേവൻ തന്നെ സ്നേഹിക്കുന്നത് എന്നറിഞ്ഞ പ്രിയംവദയും ഒരു സഹോദരനെ പോലെ അയാളെ സ്നേഹിച്ചു. നിർമ്മലയ്ക്ക് സംശയമായി. രവീന്ദ്രൻ ജോലിക്കാര്യത്തിനായി അന്യനാട്ടിലേക്ക് പോയി. അയാൾ ഗർഭിണിയായ തൻ്റെ ഭാര്യയെയും വീട്ടുകാര്യങ്ങളെയും ശ്രദ്ധിക്കാൻ ജയദേവനെയാണ് ചുമതലപ്പെടുത്തിയത്. തെറ്റിദ്ധാരണയും അസൂയയും പിടിമുറുക്കിയ നിർമ്മല വേലക്കാരിയുടെ ഉപദേശം തേടി. അവളുടെ നിർദ്ദേശപ്രകാരം രവീന്ദ്രൻ്റെ പേരിൽ ഒരു ഊമക്കത്ത് അയച്ചു. ഊമക്കത്ത് കിട്ടിയ രവീന്ദ്രൻ ജയദേവനെ തെറ്റിദ്ധരിച്ചു. നാട്ടിലേക്ക് തിരിച്ചു. അർദ്ധരാത്രിയിൽ അപ്രതീക്ഷിതമായി പ്രിയംവദയുടെ മുറിയിൽ വെളിച്ചം കണ്ടത് ഉത്തരവാദിത്ത ബോധത്താൽ അന്വേഷിക്കാൻ ജയദേവനെത്തി. എന്നാൽ കോപാകുലനായ രവീന്ദ്രനെയാണ് അവിടെ കണ്ടത്. സംശയം വർദ്ധിച്ച രവീന്ദ്രൻ പ്രിയംവദയുടെ സാലനായ ശ്രീധരനെ കമ്പിയടിച്ച് വരുത്തി. പ്രസവത്തിനായി പ്രിയംവദയെ നാട്ടിലയച്ചു. ശ്രീധരൻ പ്രിയംവദയിൽ നിന്നും സത്യാവസ്ഥ മനസ്സിലാക്കുകയും രവീന്ദ്രനെ അറിയിക്കുകയും ചെയ്തു. രവീന്ദ്രൻ പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല. രവീന്ദ്രൻ മദ്യത്തിൽ അഭയം തേടാൻ തുടങ്ങി. അവിടെയും അയാൾ കേട്ടത് ജയദേവനെയും പ്രിയംവദയെയും ചേർത്തുള്ള അപഖ്യാതികൾ ആയിരുന്നു. ക്ഷമ നശിച്ച് അയാൾ തൻ്റെ തോക്കുമെടുത്ത് ജയദേവനെ കാണാനിറങ്ങി. ജയദേവനാകട്ടെ പ്രിയംവദ ആശുപത്രിയിലാണെന്നറിഞ്ഞ് അവിടേക്ക് പോയിരുന്നു. നിർമ്മലയും രവീന്ദ്രനും തമ്മിൽ കണ്ടുമുട്ടി. അവർ തമ്മിൽ സംവാദത്തിലായി. രവീന്ദ്രന് സത്യം ബോധ്യപ്പെട്ടു. തൻ്റെ ഭാര്യ പതിവ്രതയാണെന്ന് തിരിച്ചറിഞ്ഞ അയാൾ പശ്ചാത്താപത്തോടെ ആശുപത്രിയിലെത്തി. നിർമ്മലയും പശ്ചാത്താപ വിവശയായി അവിടെയെത്തി. സംശയങ്ങളെല്ലാം തീർന്ന് ആ സുഹൃത്തുക്കൾ വീണ്ടും സൗഹൃദത്തിലായി.